നമസ്തേ. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗയിലെ 21-ാമത്തെയും 22-ാമത്തെയും ശ്ലോകം. ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഇവിടെ അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, ഹേ അച്യുത, ഇരു സൈന്യങ്ങൾക്കും മധ്യേ തേർ കൊണ്ട് നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി വന്നിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇവിടെ അർജുനൻ ഭഗവാനെ അച്യുത എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അച്യുത എന്നാൽ വീഴ്ച പറ്റാത്തവൻ എന്നാണ് അർത്ഥം. ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ ഭഗവാന്റെ സുഹൃത്തിനെ സഹായിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഭക്തന്മാരോടുള്ള ഭഗവാന്റെ സ്നേഹം ഒരിക്കലും കുറയുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാന് അച്യുത എന്ന നാമം വന്നിരിക്കുന്നത്. തേരാളി എന്ന നിലയ്ക്ക് ഭഗവാന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അത് ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ ഭഗവാന് വീഴ്ച പറ്റാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നത്. തന്റെ ഭക്തന്റെ സാരഥി ആയതുകൊണ്ട് ഭഗവാന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഭഗവാൻ സർവ്വ ഇന്ദ്രിയങ്ങളുടെയും ഈശനാണ്. അതുകൊണ്ട് ഭഗവാന് ഋഷികേശൻ എന്നും നാമമുണ്ട്. ഒരു യഥാർത്ഥ ഭക്തൻ എപ്പോഴും ഭഗവത് സേവയിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ ഭഗവാനാകട്ടെ തന്റെ ഭക്തന് സഹായമരുളാൻ ഒരു അവസരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഭഗവാന് തന്റെ ഭക്തരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ അവരുടെ ആജ്ഞകൾ നിറവേറ്റാനാണ് ഏറ്റവും ഇഷ്ടം. ഒരു ഉത്തമ ഭക്തൻ എന്ന നിലയ്ക്ക് അർജുനന് ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിന് വഴങ്ങാത്തതുകൊണ്ടാണ് അർജുനൻ യുദ്ധത്തിന് പ്രേരിതനാകുന്നത്. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് ആരൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ടെന്നറിയാൻ അർജുനൻ ഉത്കണ്ഠ കാട്ടിയത്. യുദ്ധകളത്തിലെത്തിയതിനു ശേഷം ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമേയില്ല. ഹരി ഓം.